നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മത്തായി 5 വിവാഹമോചനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഏറ്റവും പ്രഘോഷിക്കാൻ ബുദ്ധിമുട്ടുള്ളതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യമാണ്. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഇപ്പം പൊതുവായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൊരു പദമാണ് വിവാഹമോചനം, ഡൈവേഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനം. എന്നാൽ വാസ്തവത്തിൽ കത്തോലിക്ക സഭയിൽ വിവാഹമോചനം ഇല്ല. അതൊന്ന് മനസ്സിലാക്കാൻ. കാരണം നമ്മളിങ്ങനെ ജനങ്ങൾ പറയുന്നത് കേട്ടത്, വിവാഹം മോചിപ്പിച്ചു, അവർ വിവാഹം മോചിച്ചു, ഡൈവേഴ്സ് ചെയ്തു, അവർ ഡൈവേഴ്സ് ചെയ്തു, പള്ളി അനുമതി കൊടുത്തു. പള്ളി ഒരു ഡൈവേഴ്സിനും അനുമതി കൊടുക്കുന്നില്ല. 1640 കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ 1640 വിവാഹബന്ധം ദൈവത്താൽ തന്നെ സ്ഥാപിതമാണ്. അതിനാൽ മാമോദീസ സ്വീകരിച്ച 2 വ്യക്തികൾ തമ്മിൽ നടത്തിയതും പൂർണ്ണതയിൽ എത്തിച്ചതുമായ വിവാഹം ഒരിക്കലും വേർപെടുത്താൻ പാടില്ല. ദമ്പതികളുടെ സ്വതന്ത്രമായ മാനുഷിക പ്രവൃത്തിയിലും വിവാഹത്തെ പൂർണ്ണമാക്കുന്ന സംയോഗത്തിലും നിന്ന് സംജാതമാകുന്ന ഈ ബന്ധം അസാധുവാക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാകുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത ഉറപ്പു നൽകുന്ന ഒരു ഉടമ്പടി അതിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ദൈവിക ജ്ഞാനത്തിന്റെ ഈ നിശ്ചയത്തിനെതിരായി വിധിക്കുവാൻ സഭയ്ക്ക് അധികാരമില്ല. അപ്പൊ ഇതാണ് സഭയുടെ പ്രബോധനം. സഭയ്ക്ക് വിവാഹം മോചിപ്പിക്കാൻ അധികാരമില്ല. ഏത് വിവാഹം? യഥാർത്ഥമായി വിവാഹബന്ധം അതിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുള്ളവർ, ദൈവത്താൽ തന്നെ സ്ഥാപിതമാണ്. പിന്നെ എന്താണ് നമ്മൾ കേൾക്കുന്നത്? അത് ഡൈവേഴ്സായി അവർ വിവാഹം മോചിപ്പിക്കപ്പെട്ടു, സഭ അനുമതി നൽകും. അതിനെ പറയണത് വിവാഹമോചനം എന്നല്ല, അതിനെ പറയണത് വിവാഹം അസാധുവാക്കിയിരിക്കുന്നു എന്നാണ്. ഉദാഹരണത്തിന്, ഒരു പെൺകുട്ടിയെ മാതാപിതാക്കൾ നിർബന്ധിച്ചു വിവാഹം കഴിച്ചു. അവളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ടാണ്. ആ വിവാഹം വിജയിക്കുന്നില്ല. അപ്പൊ എന്താ കാരണം? അവൾക്ക് തന്നെ അതിനകത്ത് ഇഷ്ടമുണ്ടായില്ല, അവളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിവാഹം അസാധുവാണ്. മറ്റൊരു കേസ്, ഒരു പുരുഷന് സ്ത്രീ പുരുഷ ബന്ധം നടത്താനുള്ള ശാരീരിക ശക്തിയില്ല, പൊട്ടൻഷ്യൽ ഇല്ല. അതെങ്ങനെ മനസ്സിലാവില്ല. വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അവന് അങ്ങനെ ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശാരീരിക ശക്തിയില്ല. അപ്പോൾ ആ വിവാഹം അസാധുവാക്കപ്പെടും. അല്ലെങ്കിൽ വേറൊരു കേസ്, ഒരു വ്യക്തി മാനസികമായിട്ട് അസുഖത്തിലായിരുന്നു. ഇപ്പൊ ക്യാൻസറുമായിരുന്നു തന്നെ ഒരു അസുഖമാണ്, മനസ്സിന്റെ അസുഖം. ആ മനസ്സിന് അസുഖമുള്ളപ്പോൾ അവർക്ക് അങ്ങനെ ഒരു വിവാഹ ബന്ധത്തിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ അങ്ങനെ അത് മറച്ചു വെച്ചുകൊണ്ട് വിവാഹം നടന്നു. പക്ഷെ വിവാഹം നടന്നു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ വ്യക്തിക്ക് മാനസിക രോഗമാണ്. അവർക്ക് ഭർത്താവിനെ വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനും സംസാരിക്കാനും സ്നേഹിക്കാനും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ചിലർ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടും ചിലത് നമുക്ക് അറിയാതെയും. അതിനാണ് അനോൾമെന്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അനോൾമെന്റ് അത് അസാധുവാക്കുന്നതാണ്. അതുകൊണ്ട് സഭയിൽ ഒരിക്കലും വിവാഹമോചനം എന്നത് സഭയിലില്ല. ഒരു വിവാഹം ശരിയായ രീതിയിലാണ് നടന്നിട്ടുള്ളതെങ്കിൽ അത് മോചിക്കാൻ സഭയ്ക്ക് അനുവാദമില്ല, സഭയ്ക്ക് അധികാരമില്ല. അതാണ് ഈ വായിച്ചത്. എന്നാൽ നമ്മൾ ഒരുപാട് പേര് കാണുന്നുണ്ട് വിവാഹമോചനം. അത് വാസ്തവത്തിൽ വിവാഹമോചനമല്ല, അത് വിവാഹത്തിന്റെ അനോൾമെന്റ് ആണ്. അനോൾമെന്റ് അസാധുവാക്കലാണ്. അതിപ്പോ ചിലർ ചോദിച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വിശുദ്ധ ജെറോം പിതാവ് പറയുകയാണ്, വിവാഹമോചനം അനുവദിക്കുന്നതിനെ പറ്റി മോശ പഠിപ്പിച്ചു. കർത്താവായ രക്ഷകൻ അതിന്റെ നിഗമനമായി കൂടുതൽ വിശദീകരിക്കുന്നു. ഭർത്താക്കന്മാരുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വിസമ്മതം അനുവദിച്ചിരുന്നു. അപ്പോ മോശ വിവാഹമോചനം അനുവദിച്ചത് ഈശോ പറയാണ് അത് വാസ്തവത്തിൽ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അതിൽ കൂടുതൽ വലിയ പാപം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അനുവദിച്ചത്. അത് അങ്ങനെ അനുവദിച്ചില്ലെങ്കിൽ ഹൃദയകാഠിന്യം മൂലം മനുഷ്യർ തമ്മില്, ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലും വഴക്കായി കൊലപാതകം നടക്കും. എന്തുകൊണ്ടാണ്? ഈശോ വന്നിട്ടില്ല, മോശേ വന്നിട്ടുള്ളൂ. ഈശോ വന്നു കഴിഞ്ഞാലേ ഹൃദയം മാംസളമാകുകയുള്ളൂ.
ഈശോ വന്നു കഴിഞ്ഞാലേ കൂദാശ ഉണ്ടാകുകയുള്ളൂ. കൂദാശയിലൂടെയാണ് കരുണ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഉയർപ്പിച്ചു. ആ ഉയർപ്പിന്റെ അനുഭവമാണ് ക്രിസ്ത്യാനിയുടെ ഹൃദയം മാംസളമാകുക എന്ന് കഴിഞ്ഞാൽ. എന്നിട്ട് 3 ദാനങ്ങളാണ് നൽകിയത്, 3 സമ്മാനം. എന്താണ്? ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. കണ്ടോ? ഈ സമാധാനം കിട്ടിയാൽ പോരെ കുടുംബത്തിൽ. പക്ഷേ നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിലും ഈ സമാധാനത്തെ നമ്മൾ സ്വീകരിക്കുന്നില്ല. ഒരുപാട് പേര്, എന്തോരോ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ആദ്യത്തെ സമ്മാനം. രണ്ടാമത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. മൂന്നാമത്, ഇതാ എന്റെ മുറിവുകൾ കാണുവിൻ. അപ്പൊ ഇങ്ങനെ 3 കരുണയുടെ സമ്മാനങ്ങൾ നൽകി എന്നാ പറയണത്. 3 കാരുണ്യത്തിന്റെ 3 സമ്മാനങ്ങൾ. കരുണ കൊന്ത ചെല്ലിയത് കൊണ്ട് ചെല്ലണം, കരുണയുടെ നൊവേനെ ചെല്ലണം. പക്ഷേ ഈശോ തരുന്ന കരുണ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, കുടുംബത്തിൽ, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ കരുണയുണ്ടാകുമോ? അവർ ചെയ്യുന്ന തെറ്റിനെ കരുണയോടെ ക്ഷമിക്കാൻ പറ്റണം. അപ്പൊ പിന്നെ വളരെ സമാധാനം ഉണ്ടാവും. അപ്പോൾ ഈശോ വന്നതിന് ശേഷം ഈശോയിലൂടെയാണ് ഈ കൂദാശകളെല്ലാം ഉണ്ടായെന്ന് നമുക്കറിയാം. അപ്പൊ കൂദാശകളുടെ ആവശ്യം ഹൃദയകാഠിന്യം മാറ്റാൻ വേണ്ടിയിട്ടാണ്. കുമ്പസാരിക്കണം, അപ്പോൾ നമ്മൾക്ക് കുടുംബത്തിന് സമാധാനം ഉണ്ടാവും. പരസ്പരം ക്ഷമിക്കണം. പരിശുദ്ധാത്മാവിനെ നൽകിയിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപം ക്ഷമിക്കുന്നു അത് ക്ഷമിക്കപ്പെട്ടിരിക്കും. അതൊന്ന് കൂദാശപരമായ ക്ഷമയും, മറ്റൊന്ന് കൂദാശയ്ക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തന്നെ ക്ഷമിക്കണമല്ലോ. വിശുദ്ധ ക്രിസ്തോസ്തം. എന്തെന്നാൽ മോശ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവർ വംശപരമായി ഹീബ്രു ജനതയായിരുന്നു, അവർ എബ്രായരായിരുന്നു. എന്നാൽ പെരുമാറ്റ രീതികളിലെല്ലാം ഈജിപ്തുകാരായിരുന്നു. ഇപ്പൊ നമ്മളെപ്പോലെ നമ്മൾ ക്രിസ്ത്യാനികളാണ്. പള്ളിയിലെ മാമോദീസ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ട്. എന്നാൽ ഹൃദയത്തിൽ നമ്മൾ ഈജിപ്തുകാരാ. ഏത്? മോശയുടെ ഫരിസേയരെ പോലെയാണ്. ഈശോയുടെ ഹൃദയമായിട്ടില്ല. നമ്മൾ കുഞ്ഞുനാൾ പോലെ പ്രാർത്ഥിക്കലാണ്, ഈശോയുടെ മാതിരിയുള്ള ഹൃദയമേ എന്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണേ. എന്തോരം പ്രാർത്ഥിച്ചിട്ട് എത്ര പേരുടെ ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ ആയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പ്രാർത്ഥന അധര വ്യായാമം അങ്ങോട്ട് അങ്ങനെ പോകുന്നു. ഈശോ തന്ന പരിശുദ്ധാത്മാവിലൂടെ ഹൃദയം നവീകരിക്കപ്പെടുകയുള്ളൂ. ഈശോയുടെ മാതിരിയുള്ള ഹൃദയമേ എന്റെ ഹൃദയം അങ്ങ് ഹൃദയം പോലെ ആക്കണമേ. ഇങ്ങനെ നമ്മൾ കുഞ്ഞുനാൾ മുതൽ ഈ തിരുഹൃദയ കൊന്ത എന്തോരം ചെല്ലണതാണ്. ഒരു ഭയങ്കര കാര്യമല്ലേ നോക്കി. ആ തിരുഹൃദയത്തിന്റെ പടവും വെച്ചിട്ടുണ്ട്. മരിയ എൽക്കോക്ക് പരലിമോണിയാലിൽ കിട്ടിയ സന്ദേശമാണ്. ഈ തിരുഹൃദയത്തിന്റെ പടവും വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹൃദയം അതുപോലെ ആവും. നല്ല കാര്യമായി തിരുഹൃദയ പ്രതിഷ്ഠയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പേപ്പറിലും വാക്കിലും എല്ലാം ചെയ്യുന്നുണ്ടത് കൊണ്ട് അതാണ് ഈജിപ്തുകാരുടെ അവസ്ഥ, അതാണ് ഫരിസേയരുടെ അവസ്ഥ. എന്നാൽ ക്രിസ്ത്യാനിയുടെ അവസ്ഥ യഥാർത്ഥത്തിൽ ഇതെല്ലാം ഉയർത്തെഴുന്നേറ്റ കർത്താവിന് മാത്രമേ നമ്മുടെ ഹൃദയത്തെ മാറ്റാൻ പറ്റുള്ളൂ. അതാണ് തോമാസ് ലീഹ കണ്ടിട്ട് ആകെ അന്തം വിട്ടുകൊണ്ട്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ആ ഹൃദയത്തിന്റെ മുറിവുകൾക്ക് മാത്രമേ നമ്മുടെ ഹൃദയത്തെ മാറ്റാൻ പറ്റുള്ളൂ. ആ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മളെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പുതിയ നിയമം. അവർ എബ്രായ ജനതയായിരുന്നു, എന്നാൽ പെരുമാറ്റ രീതികളിലെല്ലാം ഈജിപ്തുകാരായിരുന്നു. അത് സംഭവിച്ചത് ഭർത്താവ് ഭാര്യയെ ദോഷിക്കുന്ന വിജാതീയ രീതികൾ മൂലമാണ്. ഭാര്യയെ ഉപേക്ഷിക്കാൻ അനുവദിക്കപ്പെടാതിരുന്നാൽ അവളെ കൊല്ലാനോ പീഡിപ്പിക്കാനോ അവർ തയ്യാറായിരുന്നു, വിജാതീയര്. അതുകൊണ്ട് ഉപേക്ഷാപത്രം കൊടുക്കാൻ മോശ സമ്മതിച്ചു. ആ വിജാതീയരെ പോലെ ചെയ്തു പോകാം. അതുകൊണ്ടാണ് അങ്ങനെ കൊല്ല ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി. അത് അതിൽ തന്നെ നല്ല നടപടി ആയതുകൊണ്ടല്ല, കൂടുതലായ തിന്മ തടയാനുള്ള മാർഗമായിട്ടാണ് അങ്ങനെ ചെയ്തത്. വിശുദ്ധ ഹിലാരി. എന്നാൽ ഭൂമിയിൽ സമാധാനവും സന്മനസ്സും കൊണ്ടുവന്ന കർത്താവ് വിവാഹബന്ധത്തിൽ അതിനെ ഭരിക്കാൻ ആഗ്രഹിച്ചു. അതിനെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ വാളും വടിയും കൊണ്ട് ഭരിക്കുകയല്ല, അതിനെ പരിശുദ്ധാത്മാവിലൂടെ ഭരിക്കുക. സർവജ്ഞനായ ഭരണകർത്താവ്, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ, ഭരണകർത്താവ്, ഭൂമിയിൽ സമാധാനവും സന്മനസ്സും കൊണ്ടുവന്ന കർത്താവ്. അതാണ് ഉത്ഥാനത്തിന്റെ ഫലം. വിശുദ്ധ അഗസ്തീനോസ്. ഭാര്യയെ ഉപേക്ഷിക്കരുതെന്ന കൽപ്പന നിയമത്തിലുള്ള കൽപ്പനയ്ക്ക് വിരുദ്ധമല്ല. മനിക്കേയർ ഉറപ്പിച്ചു പറയുന്നത് പോലെയല്ല. ഭാര്യയെ ഉപേക്ഷിക്കാൻ നിയമം ആരെയെങ്കിലും ഒരാളെ അനുവദിച്ചാൽ
അതെല്ലാവരെയും അനുവദിക്കുന്നതിന് വിരുദ്ധമായിരിക്കും. മോശ ഉപേക്ഷിക്കാൻ ശ്രദ്ധിച്ച പ്രയാസം അദ്ദേഹം ആ നടപടിയെ സ്നേഹിച്ചില്ല എന്നതാണ്. എന്തെന്നാൽ ഉപേക്ഷാപത്രം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതായത് ഈ ഭാര്യ ഉപേക്ഷിക്കണമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? ഉപേക്ഷാപത്രം നൽകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതെന്തിനാ പറഞ്ഞത്? അത് എഴുതാനുള്ള പ്രയാസവും താമസവും മിക്കപ്പോഴും കോപത്തെയും എതിർപ്പിനെയും തണുപ്പിക്കും. അതായത് ഈ ഉപേക്ഷാപത്രം എഴുതുക എന്ന് പറഞ്ഞാൽ കടലാസിൽ എഴുതുന്ന ഒരു പരിപാടിയല്ല. അന്നത്തെ കാലത്ത് എന്തെങ്കിലും പേപ്പറില്ല. ഇന്നത്തെ കാലത്തുള്ള മാതിരി പേപ്പറും പേനയൊന്നും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോ എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു തരം ഉപകരണം ഉപയോഗിച്ച്, ഒരു നാരായം അല്ലെങ്കിൽ ഒരു മൂർച്ചയുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് തുകൽ ചുരുളിൽ എഴുതണം. അത് എഴുതാൻ കഴിവും പരിചയമുള്ള ആള് വേണം. അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ ആള് വേണം. ഇതെല്ലാം അങ്ങനെ എളുപ്പം നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഉപേക്ഷാപത്രം എഴുതാൻ പറഞ്ഞത്. ഉപേക്ഷാപത്രം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് അത് എഴുതാനുള്ള പ്രയാസവും താമസവും. അപ്പൊ അത് എഴുതാൻ ഉപേക്ഷാപത്രം എഴുതാം എന്നുണ്ടെങ്കിലും അതങ്ങനെ എളുപ്പം എഴുതാവുന്ന ഒരു കാര്യമല്ല ഉപേക്ഷാപത്രം. പ്രത്യേകിച്ച് ഹീബ്രു ജനതയുടെ ആചാരം അനുസരിച്ച് നിയമജ്ഞന്മാർ മാത്രമേ ഹീബ്രു എഴുത്തുകൾ എഴുതാൻ അനുവദിക്കപ്പെട്ടിരുന്നുള്ളൂ. അതാണ് മറ്റൊന്ന്. ആ വിഷയത്തിൽ അവർക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ടായിരുന്നു. അപ്പോൾ നിയമജ്ഞന്മാർക്ക് മാത്രമേ ഇത് എഴുതാനുള്ള കഴിവുണ്ടായിരുന്നുള്ളൂ, ഹീബ്രുവിൽ പ്രത്യേകിച്ച് എഴുതുക എന്നുള്ളത്. ഭാര്യയെ ഉപേക്ഷിക്കുന്നവന്റെ അടുത്തേക്ക് ഉപേക്ഷാപത്രം എഴുതാൻ അയക്കപ്പെടുന്നവർ ഭാര്യയും ഭർത്താവും അനുരഞ്ജനപ്പെടാൻ പരിശ്രമിക്കും. അതാണ് മറ്റൊരു വശം. അപ്പൊ ഉപേക്ഷാപത്രം എഴുതാനായിട്ട് നിയമജ്ഞരാണ് പോകേണ്ടത്. അവരാദ്യം എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കും. ഇപ്പോഴും അത് തന്നെയല്ലേ. ഇപ്പൊ നമ്മള് ഭാര്യയും ഭർത്താവും തമ്മിൽ ബഹളമായിട്ട് വിവാഹ കോടതിയിൽ പോയി. വിവാഹ കോടതി ആദ്യം ചെയ്യണത് അവരെ അങ്ങ് പിരിച്ചുവിടുകയല്ല ചെയ്യണേ. അവരെ കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് എന്താണ് അവരുടെ പ്രശ്നം, അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വിവാഹ കോടതിയുടെ പ്രധാന കാര്യം. അതിനെ എങ്ങനെയെങ്കിലും അവരുടെ കുടുംബ പ്രശ്നങ്ങളെ സമാധാനത്തിൽ പരിഹരിക്കാൻ ആദ്യം ശ്രമിക്കുക. അപ്പൊ ഈ ഉപേക്ഷാപത്രം എഴുതുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉപേക്ഷാപത്രം എഴുതുകയല്ല. അതിനു മുൻപ് പല പരിപാടികളുണ്ട്. ആദ്യം ഉപേക്ഷാപത്രം എഴുതാൻ പോകുന്ന ആ നിയമജ്ഞർ, അവരെ ഇത് എഴുതാൻ കഴിവുള്ളൂ, അവരാണത് എഴുതേണ്ടത്. അവർ ആദ്യം ഇവരെ തമ്മിൽ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കും. അതാണ് ഭാര്യയെ ഉപേക്ഷിക്കുന്നവന്റെ അടുത്തേക്ക് ഉപേക്ഷാപത്രം എഴുതാൻ അയക്കപ്പെടുന്നവർ ഭാര്യയും ഭർത്താവും അനുരഞ്ജനപ്പെടാൻ പരിശ്രമിക്കും. സമാധാനത്തിനുള്ള ആലോചനയ്ക്ക് വഴങ്ങാതിരിക്കുന്നില്ലെങ്കിൽ കേസ് അവസാനിപ്പിക്കും. അങ്ങനെ അവിടുന്ന് മോശ നൽകിയ നിയമം അതിനെതിരെ കൽപ്പനയുണ്ടാക്കി വാക്കുകൾ കൂട്ടിച്ചേർത്ത് പൂർത്തിയാക്കിയില്ല. ആ നിയമം നശിപ്പിച്ചുമില്ല. മനിക്കേയർ ഉറപ്പിച്ചു പറയുന്നത് പോലെ ചെയ്തില്ല. നേരെ മറിച്ച് ഹീബ്രു നിയമത്തിലുള്ളത് ആവർത്തിക്കുകയും ഉറപ്പിച്ചു പറയുകയും ചെയ്തു. അവിടുന്ന് സ്വയം പറഞ്ഞത് വിശദീകരണമായിട്ടാണ്, നിയമത്തിന്റെ അവ്യക്തത മാറ്റാനാണ്. അങ്ങനെ മാറ്റുക അത്യാവശ്യമായിരുന്നു. അവയുടെ നടപ്പാക്കൽ കൃത്യതയുള്ളതാക്കാനാണ്. വിശുദ്ധ അഗസ്തീനോസ് ഉപേക്ഷിക്കലിന്റെ രീതിക്ക് താമസം കൂട്ടിച്ചേർത്തുകൊണ്ട് സമരവും വിസമ്മതവും കഠിനഹൃദയരെ കാണിക്കാൻ പാകത്തിന് എതിർക്കുന്നുവെന്ന് നിയമദാതാവ് കാണിക്കുന്നു. ഈ നിയമത്തിലുള്ള പോരായ്മ കർത്താവ് ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ പരസംഗം മൂലമല്ലാതെ എന്ന് കൂട്ടിച്ചേർക്കുന്നു. മറ്റ് സ്വകാര്യ കുറവുകൾ ഉണ്ടാകാം. വിവാഹത്തിന്റെ സത്യാവസ്ഥയെ ക്ഷമയോടെ പരിഗണിക്കാൻ അവിടുന്ന് ആജ്ഞാപിക്കുന്നു. വിശുദ്ധ ക്രിസോസ്റ്റം പരസ്പരം ഭാരങ്ങൾ വഹിക്കുക എന്ന ഗലാത്യ 6:2 അപ്പസ്തോലന്റെ ഉപദേശം അനുസരിച്ച് അപരിചിതരുടെ ഭാരം നമ്മൾ വഹിക്കണം. അങ്ങനെയെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ എത്ര കൂടുതൽ വഹിക്കണം. വിശുദ്ധ പൗലോസ് പറയുന്നതനുസരിച്ച് സാധാരണ അപരിചിതരുടെ ഭാരങ്ങൾ വഹിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പരസ്പരം ഭാരങ്ങൾ വഹിക്കുക. അങ്ങനെയെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ എത്ര കൂടുതൽ വഹിക്കണം. ക്രൈസ്തവ ഭർത്താവ് അശുദ്ധിയിൽ നിന്നും മാറി നിൽക്കണം. മാത്രമല്ല മറ്റുള്ളവരിൽ അശുദ്ധി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. സന്ദർഭം നൽകുന്നവൻ
പാപമുള്ളവനായി കരുതപ്പെടും. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ മറ്റൊരാൾക്ക് വ്യഭിചാരമെന്ന പാപത്തിനുള്ള അവസരം നൽകുന്നു. അവൻ ആ പാപത്താൽ ശിക്ഷിക്കപ്പെടുന്നു. വിശുദ്ധ അഗസ്തീനോസ്. മാത്രമല്ല, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരിയാണെന്ന് അവിടുന്ന് പ്രസ്താവിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടില് അധികമില്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുപാട് സംഭവിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. ഇവിടെ യൂറോപ്പിലൊക്കെ 50% കുടുംബങ്ങൾ വിവാഹം മോചിക്കപ്പെട്ടിട്ടുള്ള, അതായത് അവര് വിട്ടു. പള്ളിയിലെ വിവാഹമോചനം ഒന്നും നോക്കിയിട്ടല്ല, സ്റ്റേറ്റ് വിവാഹം മോചിച്ചിരുന്നു. സ്റ്റേറ്റിന്റെ, അതായത് സിവിൽ ലോ അനുസരിച്ചുള്ള വിവാഹമോചനം നടത്തി അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. പ്രധാനമായിട്ട് ഹൃദയം ദൈവത്തിൽ ദൈവീക കൃപ കൊണ്ട് നിറയാത്തത് കൊണ്ടുള്ള അവസ്ഥയാണ്. എന്നാൽ പല വിവാഹങ്ങൾ അങ്ങനെ മോചിക്കപ്പെട്ടു. പക്ഷെ അതിനുശേഷം നവീകരണത്തിന്റെ അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു, വീണ്ടും വിവാഹ ജീവിതം തുടരുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവരുടെ ഹൃദയത്തിൽ അനുഭവിച്ചപ്പോൾ അവർക്ക് ക്ഷമിക്കാനും പരസ്പരം ക്ഷമിക്കാനും ഭാരം ചുമക്കാനും അങ്ങനെ അവർ വീണ്ടും വിവാഹ ജീവിതത്തിൽ വന്ന സംഭവങ്ങൾ ഇവിടെയുണ്ട്. അതായത് പരസ്പരം ഭാരങ്ങൾ വഹിക്കുക എന്ന അപ്പസ്തോലന്റെ ഉപദേശം അനുസരിച്ച് അപരിചിതരുടെ ഭാരം നമ്മൾ വഹിക്കണം. അങ്ങനെയെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ എത്ര കൂടുതൽ വഹിക്കണം. ക്രിസോസ്തോം പിതാവ്, ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചുവെന്ന് അവൾ പറഞ്ഞാൽ മതിയെന്ന് പറയരുത്. ഉപേക്ഷിക്കപ്പെട്ടാലും അവൾ അവളുടെ ഭർത്താവിന്റെ ഭാര്യയാണ്. അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ കല്യാണം കഴിക്കുമ്പോൾ അത് വ്യഭിചാരമാണെന്ന് പറയുന്നത്. അഗസ്തീനോസ്. അപ്പസ്തോലൻ ഇവിടെ അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾ വിവാഹം ചെയ്യരുതെന്ന് നിശ്ചയിച്ചു. അയാളുടെ മരണശേഷം അവൾക്ക് വിവാഹം ചെയ്യാം. തന്റെ മുൻകാല ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ സ്ത്രീ വിവാഹം ചെയ്യാൻ പാടില്ലെങ്കിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് കീഴ്പ്പെടാനും പാടില്ല. ഭാര്യയെ ഉപേക്ഷിക്കരുതെന്ന കർത്താവിന്റെ കൽപ്പന അവളുമായി ശാരീരിക ബന്ധമില്ലാതെ ആത്മീയ ബന്ധത്തോടെ ജീവിക്കുമ്പോൾ ലംഘിക്കപ്പെടുന്നില്ല. ലൈംഗിക ബന്ധമില്ലാതെ അങ്ങനെ ജീവിക്കുന്നവരുടെ വിവാഹ ജീവിതം കൂടുതൽ അനുഗ്രഹീതമാണ്. അപ്പോ ആ കാലത്ത് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ലൈംഗിക ബന്ധമില്ലാതെ അതിന് ഇവിടെയും യൂറോപ്പിൽ അങ്ങനെയും കുറെ പേര് ജീവിക്കുന്നുണ്ട്. ലൈംഗിക ബന്ധമില്ലാതെ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നു. അതിന് പറയണത് ജോസഫ് ആൻഡ് മേരി മാരേജ് എന്നാണ്. ഔസേപ്പും മാതാവും ജീവിച്ച പോലെ ലൈംഗിക ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥ. ഇവിടെ ഒരു ചോദ്യം ഉദിക്കുന്നു. വിവാഹമോചനത്തിന് കാരണമായി കർത്താവ് അംഗീകരിക്കുന്ന പരസംഗം എന്താണ്? ലൈംഗിക പാപമാണോ? ആ വാക്ക് വിശുദ്ധ ലിഖിതത്തിൽ ഉപയോഗിക്കുന്നതനുസരിച്ച് വിഗ്രഹാരാധന, അത്യാഗ്രഹം എന്നിവ പോലെയുള്ള നിയമരഹിതമായ വികാരമാണോ? ചുരുക്കത്തിൽ നിരോധിക്കപ്പെട്ട ആഗ്രഹങ്ങൾ കൊണ്ടുള്ള നിയമലംഘനമാണോ? എന്തെന്നാൽ അവിശ്വാസിയായ ഭാര്യയെ ഉപേക്ഷിക്കാൻ അപ്പസ്തോലൻ അനുവദിക്കുന്നെങ്കിൽ അവളെ തള്ളിക്കളയാതിരിക്കലാണ് കൂടുതൽ നല്ലതെങ്കിലും പരസംഗം മൂലമല്ലാതെ വിവാഹമോചനം പാടില്ലെന്ന് കർത്താവ് പറയുന്നെങ്കിൽ അവിശ്വാസം പോലും പരസംഗമായിരിക്കണം. അവിശ്വാസം പരസംഗമാണെങ്കിൽ, വിഗ്രഹാരാധന അവിശ്വാസമാണെങ്കിൽ, അത്യാഗ്രഹം വിഗ്രഹാരാധനയാണെങ്കിൽ അത്യാഗ്രഹം പരസംഗമാണെന്നതിൽ സംശയിക്കേണ്ട. അത്യാഗ്രഹം പരസംഗമാണെങ്കിൽ നിയമവിരുദ്ധമായ ഏതാഗ്രഹവും ഒരുതരം പരസംഗമല്ലെന്ന് ആർക്ക് പറയാനാവും? അതായത് ലൈംഗിക ബന്ധമില്ലാതെ ഭാര്യയും ഭർത്താവും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ പിന്നെ പരസംഗം എന്ന് പറയുന്നത് എന്താ? അതാണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. വിശുദ്ധ അഗസ്തീനോസ്. എന്നാലും ഇത്ര കഠിനമായ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ തർക്കം മതിയാവുമെന്ന് വായനക്കാർ വിചാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഓരോ പാപവും ആധ്യാത്മിക പരസംഗമല്ല. ദൈവം ഓരോ പാപിയെയും നശിപ്പിക്കുന്നുമില്ല. എന്തെന്നാൽ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കണമേ എന്ന് എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന തന്റെ വിശുദ്ധരെ അവിടുന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ വ്യഭിചാരത്തിൽ ഏർപ്പെടുകയും അവിടുത്തെ അവഗണിക്കുകയും ചെയ്യുന്നവനെ അവിടുന്ന് നശിപ്പിക്കും. വിവാഹമോചനം അനുവദിക്കാനുള്ള പരസംഗം ഇതാണോ എന്നത് ഏറ്റവും വിഷമം നിറഞ്ഞ ചോദ്യമാണ്.
എന്തെന്നാൽ ശാരീരിക പാപം വഴി പരസംഗം നടത്തുന്നതിനെ സംബന്ധിച്ച ചോദ്യമല്ല ഇത്. നമ്മളിവിടെ നിർത്തേണ്ടി വരും. നമുക്ക് ബാക്കി നാളെ പഠിക്കാം. Praise the Lord. God bless you. God bless you.